അങ്ങനെ നമ്മൾ പുതിയൊരു പരിപാടി പുതിയൊരു വള്ളി അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ കക്കൂസിന് ഒരു കുഴി എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്, എടുക്കാൻ പോവുകയാണ്. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. എല്ലാവരും കണ്ടിരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. കത്തിച്ച് എന്താ പറയല്ല, കയറണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പരിപാടി അങ്ങനെ തുടങ്ങുകയാണ്. പരിപാടി തുടങ്ങി, ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം, ഇതാക്കാകട്ടെ. ചന്ദ്രനോടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ലെയർ അങ്ങനെ ഇളക്കിയിട്ടുണ്ട്. എന്തായാലും കോരിഞ്ഞാട് തട്ടാം. ഇത് കക്കൂസിന്റെ മറ്റേ സംഭവം ഇത് എന്തിരുന്നാലും സെൻസൈഡ് അല്ലല്ലോ, ബേസ്മെന്റ് സാറ്റിലേ ഞാനൊരു മണ്ടം തന്നെ. ഇത് ബേസ്മെന്റ്, കക്കൂസിന്റെ ബേസ്മെന്റ് കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് കുഴിയെടുത്തിട്ട് ആ മണ്ണെടുത്ത് നമ്മൾ ഇതിലിട്ട് ഇത് അങ്ങ് മൂടാൻ പോവുകയാണ്. ആദ്യം കുഴി എടുക്കാൻ വേണ്ടി ഒരു രഥമില്ലാതെ ഇവിടെയാണ് ഒരു കുഴി മറ്റേ കമ്പടിച്ച് വെച്ചത്. നമ്മൾ ഇവിടത്ത് കുഴിയെടുത്ത വണ്ടി വരെ തിരിക്കാനുള്ള അവിടെ ഒരു യഥക്കുറവായത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് മേലോട്ടാക്കിയിട്ടുണ്ട്. വെട്ടുകയാണ്. അപ്പോൾ ആ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മൊത്തം കക്കൂസിൻ്റെ ആയതുകൊണ്ടും ചെറിയ കുഴി ആയതുകൊണ്ടും നല്ല താത്തേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇളകിയ മണ്ണ് കാണാൻ നല്ല രസം. ഇളകിയ മണ്ണിൽ കല്ലില്ല പോലെ ആ കാഴ്ചയ്ക്ക് മാത്രമേ കല്ലില്ലാത്തൊരു ഇതുള്ളൂ. വേണ്ട, ഇതുപോലെയാണ് മൊത്തം. കല്ലൊന്നുമില്ല, മണ്ണൊന്നുമില്ല, മൊത്തം ഇതുപോലത്തെ കല്ലാണ്. കണ്ട അങ്ങനെയൊക്കെ തോന്നും കാര്യമൊക്കെ കണ്ട നല്ലൊരു തട്ട് അങ്ങനെ നമ്മൾ എടുത്ത് ഇതിലോട്ട് അങ്ങ് തട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടത്തെ ഈ കുഴിയെടുത്ത് ഈ കുഴിയിലെ മണ്ണെടുത്തിട്ട് ബേസ്മെന്റ് മൂടണം. ബേസ്മെന്റ് ലെവല് അങ്ങനെ കുറേ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ മണ്ണ് ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. കുഴി ഏകദേശം ഇത്രത്തോളം താന്നിട്ടുമുണ്ട്. ചന്ദ്രൻ വെട്ടുകയാണ്, വെട്ടി തള്ളുകയാണ്. എന്തിനാണ് കിട്ടിയ എത്തനമ്മ വൈഡൂര്യം നോക്കാനായിരുന്നു കിട്ടിയെന്നാണ് തോന്നുന്നത്. കിട്ടണം. ഇതൊന്ന് വെട്ടി കൊണ്ടുള്ള ഇത് വെട്ടി താത്തുമ്പോൾ ഏത് കോലത്തിലാവുമോ എന്തോ. കുഴി ചെറുതായതുകൊണ്ട് ഏകദേശം 1-2 ആൾ എത്രത്തോളം താത്താൻ പറ്റുമോ അത്രത്തോളം താത്തണം. കുഴി ചെറുതായതുകൊണ്ട് താത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. കുട്ടാസ് നമ്മായിട്ട് നൂത്ത് വെച്ചാണല്ലോ. പഴം പിടിക്കണം അടി നെല്ല്. അതിൽ മണ്ണിട്ട് ഇത് മറ്റേ ഉണ്ടിൻ്റെ സെൻസൈഡ് എനിക്കപ്പോൾ ഈ സെൻസൈഡിൽ നിന്ന് വരുവുള്ളൂ. അത് ചാക്കെടുത്ത് മൂടി കിടക്കുന്നത് നല്ല ഉണങ്ങാത്തത്. ബേസ്മെൻറ്റ് മൂടിയിട്ട് വെട്ടി വരുമ്പോൾ അറിയാം. വെട്ടിയിട്ട് കാണാം. ഇനി അടുത്ത പ്രാവശ്യം വെട്ടിയിട്ട് കാണാം. വേറെയുള്ള രാജ്യത്തിന് അമേരിക്കൻ $1 ഞാൻ കണ്ടിട്ടാണ് 80. ലാസ്റ്റ് കണ്ടപ്പോൾ 80 എത്രയായിരുന്നു. നാളെ 73 ഇപ്പൊ കുറഞ്ഞ്. അതിലൊരു ആപ്പ് കാണും. ആ ആപ്പിൽ അടിച്ചു നോക്കുമ്പോൾ 73 രൂപ. ഒപ്പൊന്നുമില്ല. കാൽക്കുലേറ്ററിൽ ഉണ്ടല്ലോ. ആപ്പിലാണ് ഞാൻ നോക്കിയത്. നെറ്റുണ്ടെങ്കിൽ ഡെയിലി അപ്ഡേറ്റഡ് ആയിട്ട് കാണിക്കും. അങ്ങനെ പകുതി വെട്ടി ഇത്രയും ഏകദേശം ഒരു കാൽ മുട്ടുള്ളതാന്നില്ല. കുറച്ച് വെട്ടിയിട്ടും കൊണ്ട് അരിഞ്ഞു പോവുകയാണ്. ഏതോ ഒരു തലയ്ക്ക് വെളിവില്ലാത്തൊരു മൊണ്ണം തലേനാണ് ഇതിൻ്റെ അളവെടുത്തത്. ഇത്രയും നീളമുണ്ട്. വീതി കുറവായതുകൊണ്ട് വീതി കുറവായതുകൊണ്ട് നമ്മുടെ സാധനം വെച്ചിട്ട് വെട്ടി അരിയാൻ പറ്റുന്നില്ല.
വെട്ടി വെട്ടി വരുമ്പോൾ ഒന്ന് വലിയ കുഴിയാവും എന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കുക തന്നെ. മണ്ണായിരുന്നു കുഴപ്പമില്ലായിരുന്നല്ലേ? മണ്ണ് മാത്രമായിരുന്നു, ഏത് റേഞ്ചിലും വെട്ടാ തന്നെ. മണ്ണ് മാത്രമായിരുന്നു വെട്ടാ തന്നെ. മണ്ണാണെങ്കിൽ ഇത് ഇങ്ങനെയല്ല, ഇതിനെക്കാട്ടി തടിയനാ. അതെ അതെ, ഇത് കല്ലായത് കൊണ്ടാണ് ഇടിഞ്ചിറങ്ങൂല. അരിഞ്ഞ് കിട്ടണം. വെട്ടുമ്പോഴത്തിനാവിടുവോ? അപ്പൊ അതിന്റെ കണക്കിന് ഒരു ഇതിനെ വെട്ടി താത്തും വെട്ടി നമ്മൾ. ചന്ദ്രന്റെ അരിയല്ലാണ് നടക്കുന്നത്. ഇനി അത് അരിയണം. ചന്ദ്രൻ നിന്ന് കറങ്ങി അരിയുകയാണ് സുഹൃത്തുക്കളെ, അരിയുകയാണ്, അരിഞ്ഞ് തള്ളുകയാണ്. ഏകദേശം മുട്ടപ്പത്തോളം വെട്ടി കുഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങ് വേണ്ട, ഈ ഒരു ഇത് അവിടെ ഒരു ഇവിടെ നിന്ന് ഉണ്ടാക്കിയത് ഇങ്ങനെ എന്തൊരു കോലത്തിലാവും എന്ത് കത്തിന്റെ കണ്ടില്ല. അവിടെ നല്ല ഇങ്ങ് കിട്ടും. ഈ സൈഡ് തിരിച്ചെന്ന് വിട്ട് നീ അങ്ങോട്ട് ഏതോ എങ്ങനെ വിട്ട് അങ്ങനെ അയ്യോ അങ്ങനെ വെട്ടുകയാണ്. കുഴപ്പമില്ല, കുഴപ്പമില്ലല്ലോ. അങ്ങനെ നോട്ടുക. എന്തിനാണ് കുഴപ്പമില്ലാക്കിയ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതൊക്കെ ഒന്നും ആർക്കും താല്പര്യം ഇല്ലല്ലോ. അല്ല അരിന്റെ ഇതൊന്നും വന്നു കഴിഞ്ഞാൽ അതിനൊന്നും ഒരുത്തനിപ്പോ വലിയ വലിയ സംഘടനക്കാരുണ്ടല്ലോ, അവരൊന്നും അതൊക്കെ പോകില്ല. ഇവിടെ എവിടെയെങ്കിലും റോട്ടിലെത്തി പിന്നെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ പോയി അതൊക്കെ പോകും. നമ്മൾ തട്ടി ഇരിക്കാണ്. ഞാൻ വേറൊരു സാധനം പറഞ്ഞുതരാമേ. ഏതോ ഒരു തലയ്ക്ക് വെളിവില്ലാത്തൊരു ഒരു 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 മേശരി കോൺട്രാക്ടർ ആരിൻ്റെ ഒരു സംഭവമാണിത്. അവിടെ അടിച്ചപ്പോൾ മണ്ട അടിച്ചപ്പോൾ കുറേ ഭാഗം ഇങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ വെള്ളം ഇത്രയും ഒലിച്ചിറങ്ങൂലായിരുന്നു. ഇപ്പം അവിടെ വീഴുന്ന വെള്ളം മൊത്തം ഒലിച്ചിറങ്ങിയിട്ട് മഴ പെയ്യുമ്പം അകത്ത് മൊത്തം വെള്ളവും വെള്ളപ്പൊക്കമാണ്. മണ്ടയിലോട്ട് കയറട്ടെ അമ്മേ. എന്തെന്ന് പറഞ്ഞത്? വാ, വീട്ടിൻ്റെ മണ്ടയിൽ ഇതാ ഒരു കണ്ടം കാട്. ഒരു വിലക്ക് വേണ്ട ജീവികൾ മൊത്തം അതിനകത്ത് ഇടപെട. 2 പപ്പായ. എന്താണ് അവിടെ വിഷയം? വെട്ടുകയാണ്, വെട്ടി തള്ളുകയാണ് സുഹൃത്തുക്കളെ. കേട്ടില്ല, എന്തെന്നാണ് പറഞ്ഞത്? അത് മരുന്നാണെന്ന്. മരുന്നിട്ട് കൊന്നു കളയാനെങ്കിലേ ഉള്ളു. പോവിനടാ. അങ്ങനെ നമുക്കൊരു പറ്റി വഞ്ചിതരായിരിക്കുകയാണ്. കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ. സംഭവം ബഹുലമായിരിക്കുകയാണ്. നമ്മൾ സാഹസ്യമായിട്ട് അപ്പുറത്തൊരു കുഴി എടുത്തോണ്ടിരുന്നപ്പോൾ അത് കളഞ്ഞിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞ എടുക്കേണ്ടി വന്നു. ഇത് ഫോക്കസ് ആവുന്നത്. അത് ഒരുപാട് വിശദീകരിച്ച് പറയാൻ ഒരുപാടുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അപ്പുറത്തെ കുഴി നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് എൻ്റെ പരിപാടി. എന്ത് ഫോക്കസ് ആവുന്നില്ല കുട്ടനാടെന്നാണ്. എന്നിട്ട് അങ്ങനെ മണ്ണ് കോരുകയാണ് സുഹൃത്തുക്കളെ, കത്തുകയാണ് സുഹൃത്തുക്കളെ, കയറുകയാണ്. കൊള്ളാം. സിംഹമടയിലും വഴിപോക്കാൻ. അത്രയും മണ്ണ് വെച്ച് നമ്മൾ വെട്ടിക്കയറ്റി ഏകദേശം ഒരു മുട്ടളോളം താഴ്ത്തിയതാണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ കുഴി മാറ്റേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ അപ്പുറത്ത് പപ്പായ 2 പപ്പായ പഴുത്ത് തരുന്നു. ഞാനത് പറിക്കാനായിട്ട് പോവുകയാണ്.
ധാരാളപ്പത്തി രണ്ടെണ്ണം പത്തിരിക്കുന്നു. എനിക്ക് അതിൻ്റെ അരി വേണം. കായും പഴമൊന്നും വേണ്ട, അരിയാണ് എനിക്ക് വേണ്ടത്. അജി ആ മേലും കൂടെ വന്നാൽ മതിയായിരുന്നു. അവിടെ രണ്ടെണ്ണം നിൽക്കുന്നേ, അതിൻ്റെ ഏത് കാലത്ത് കഴിക്കുക എന്തോ. ഇത് പറിക്കണമെങ്കിൽ കയറാൻ പറ്റൂലല്ലോ, എനിക്കറിയാം അവിടെ കുറിച്ചാണ്. ബാക്കി ഉണ്ടെങ്കിൽ ഒടുങ്ങി ഇല്ലാതിരിക്കും. വീട്ടിലൊന്നും ഇല്ലാത്തൊന്നും കുഴപ്പമില്ല. കുഴപ്പമില്ല. അതിന്റെ മേലോട്ട് കയറാൻ പറ്റാന്ന് തോന്നി. കിട്ടി. ഇനി അതിലുണ്ടായിരുന്നു, അതിൽ കയറാൻ പറ്റൂല. നമുക്ക് തോട്ടം എന്നാ കിട്ടുമോ നോക്കട്ടെ. ഇപ്പം അടിയാണ് കഴിക്കുന്നെങ്കിൽ ശരിയാവില്ല. നോക്കട്ടെ, നോക്കാം. അതിൻ്റെ മണ്ടയ്ക്ക് ഉണ്ട് രണ്ടെണ്ണം ഉണ്ട്. കയറി ഞാനത് നോക്കട്ടെ കേട്ടാ. നീ ഒരു ചിലപ്പോൾ കാക്കോത്തി കൊണ്ടുപോകും. ഇതിലുള്ള കാര്യമാണ് വേണ്ടത്. പറയാം. പോയി. ഓക്കേ, ഞാൻ അരിക്കാണ് പറിച്ചത്. അരിയെല്ലാം പോയി. അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇതായി ഇത് കൊള്ളൂല. കാക്കാന്താ പോയത് കുത്തിയത്. എനിക്ക് അരിയാണ് വേണ്ടത്. അതുകൊണ്ട് അതിൽ അരിയുണ്ട്, അരി എടുക്കണം. ഈ കള്ളിൻ്റെ മണം കുടുക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം അങ്ങനെ ഇന്നത്തെ പരിപാടി നമ്മൾ തീർത്തിരിക്കുകയാണ്. ഒരു കുഴി എടുക്കാമെന്ന് നമ്മളങ്ങനെ 2 കുഴി എടുത്തിരിക്കുന്നു. ഒരു കുഴി ഇത് ആദ്യത്തെ കുഴി എടുത്ത് അപ്പുറത്തെ കുഴി എടുത്തിട്ട് അതിനെ മൂടിയിട്ട് രണ്ടാമത്തെ കുഴി നമ്മൾ ഇത്രയും ഏകദേശം ആദ്യത്തെ കുഴി എടുത്ത് അത്രയും ദൂരത്തിൽ അത്രയും താഴ്ചയിൽ കുഴി എടുത്തിട്ടുണ്ട്. അത്രയും കുഴി എടുത്തും കൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചാൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കത്തിച്ച് കയറുക. അത്രയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തിയിരിക്കുകയാണ്. കാണാമല്ലോ, കട്ടായി കാണാം.